വീഡിയോ എന്ന് പറയുന്ന ഒരു റിക്വസ്റ്റഡ് റിവ്യൂ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് വാസലിന്റെ ഗ്ലൂട്ടാഹയ ലോഷൻ ആണ്. കുറച്ച് നാൾ മുന്നേ വരെ ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരുന്നതും ഇപ്പൊ ഒട്ടുമിക്ക ആൾക്കാരുടെ കയ്യിലുള്ളതും ഇനിയും കുറെ ആൾക്കാർ വാങ്ങണോ വേണ്ടയോ, ഇത് വാങ്ങിയ റിസൾട്ട് കിട്ടുമോ, വർക്ക് ചെയ്യോ എന്നൊക്കെ അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതുമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പൊ ഞാൻ ഇത് വാങ്ങിയ അന്ന് മുതൽ എന്നോട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ, റിവ്യൂ ഇടുന്ന്. പലതരം സാങ്കേതിക തടസ്സങ്ങൾ കാരണമാണ് എന്റെ വീഡിയോ ഇത്രയും നീണ്ടുപോയത്. എങ്കിൽ പോലും ഇത് നീണ്ടുപോയെങ്കിൽ പോലും ഞാനിപ്പോൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഒരു 3 മാസം എങ്ങനെയാണെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഓൾറെഡി 2 മന്ത്സിന് മേലെ യൂസ് ചെയ്തിട്ടുണ്ട്. 2 വീക്സോളം ഞാനിത് യൂസ് ചെയ്യാതെ ഇരുന്നിട്ടും ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് യൂസ് ചെയ്യുമ്പോഴുള്ള റിസൾട്ട് എന്താണ്, സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അതുപോലെ 1 വീക്കോ 2 വീക്സോ യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ട് അല്ല, ഒരു 2 മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്താണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഞാൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒരു റിവ്യൂ പറയാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നായിട്ട് ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ദിസ് ഇസ് മീ അഞ്ജു. ചാനൽ ഒന്ന് കയറി നോക്കുക, വീഡിയോസ് ഒക്കെ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തുടങ്ങാം. പേര് വന്നിട്ട് വാസലിൻ ഹെൽത്തി ബ്രൈറ്റ് ഗ്ലൂട്ടാഹയ ഡ്യൂയി റേഡിയൻറ്റ് സിറമിൻ ലോഷൻ ആണ് കേട്ടോ. ഇതിന്റെ 2 വേരിയൻസ് ഉണ്ട്. ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരുന്നതും എന്നോട് റിവ്യൂ പറയാൻ ആൾക്കാർ പറഞ്ഞതും ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ളത് ഈ പിങ്ക് വേരിയന്റ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിനകത്ത് ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഗ്ലൂട്ടാഗ്ലോ ഹൈലറോൺ നിയാസിനമൈഡ് ആൻഡ് 10x മോർ പവർഫുൾ ദാൻ വൈറ്റമിൻ സി എന്ന് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നോൺ സ്റ്റിക്കി ആണെന്ന് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് 350 റുപ്പീസ് ആണ്. പക്ഷെ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങുകയാണെങ്കിൽ എങ്ങനെയാണെങ്കിലും നമുക്ക് ഡിസ്കൗണ്ടിൽ ഒരു 260 280 ആ ഒരു റേഞ്ചിൽ തന്നെ കിട്ടും കേട്ടോ. ഞാൻ അത്യാവശ്യം നല്ലൊരു ഓഫറുള്ള ടൈമിലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇവർ ഇതിനകത്ത് മെൻഷൻ ചെയ്തത് വെച്ചിട്ട് ഇതിനകത്ത് ഗ്ലൂട്ടാത്തിയോണും നയാസിനമൈഡും ഉള്ളതുകൊണ്ട് തന്നെ ഇത് വൈറ്റമിൻ സി ആക്ട് ചെയ്യുന്നതിനും 10 മടങ്ങ് നന്നായിട്ട് തന്നെ ഇത് വർക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ശരിയാണോ അല്ലയോ എന്ന് നോക്കാം. അതിന് മുന്നായിട്ട് ഇത് ഇത്രയുള്ളൊരു ട്യൂബാണ് കേട്ടോ. ഇത് 200 ml ട്യൂബാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്കൊരു 2 മന്ത്സ് ഒക്കെ എങ്ങനെയാണെങ്കിലും ഫുൾ ബോഡിയിലേക്ക് യൂസ് ചെയ്യാനായിട്ടാണെങ്കിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ കൺസിസ്റ്റൻസി വന്നിട്ട് ഒരു ലോഷൻ കൺസിസ്റ്റൻസി തന്നെയാണ്. വൈറ്റ് കളറൊക്കെയാണ്. കാണുമ്പോൾ നമുക്കൊരു ക്രീമി ആയിട്ടൊക്കെ തോന്നിയാലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഭയങ്കര ഒരു വാട്ടറി ലിക്വിഡി ഒക്കെ ആയിട്ട് തോന്നും കേട്ടോ. ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഇത് ഇടുന്ന പാടത്തിന് ഇത് എങ്ങോട്ടേക്ക് മാഞ്ഞു പോകുന്നു അറിയില്ല, അങ്ങനെ ക്വിക്ക് അബ്സോർബൻസി ഉള്ളൊരു ലോഷൻ തന്നെയാണ് കേട്ടോ. അപ്ലൈ ചെയ്ത സെക്കൻഡ്സിനുള്ളിൽ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയി പോകുന്നുണ്ട് കേട്ടോ. ഫ്രാഗ്രൻസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ഉണ്ട്. ഫ്രാഗ്രൻസേ ഇല്ലെന്നല്ല, മൈൽഡ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ഉണ്ട്. ഇങ്ങനെ കുത്തി പറിക്കുന്ന പോലത്തെ സ്മെല്ലൊന്നുമില്ല. ചെറിയ നല്ല കാമിങ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിന്റെ ഫ്രാഗ്രൻസ്. പിന്നെ ഇവർ പറയുന്നത് പോലെ തന്നെ ഇത് നോൺ സ്റ്റിക്കി ആണ് കേട്ടോ. ഒട്ടും തന്നെ സ്റ്റിക്കി ആക്കുന്നൊന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞ പോലെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കയ്യിൽ നിന്ന് എങ്ങോട്ട് പോയെന്ന് പോലും അറിയത്തില്ല. ഇട്ടതിന്റെ ആ ഒരു ഫീല് പോലും നമുക്കുണ്ടാവില്ല. പക്ഷെ സ്കിന്നെ ഭയങ്കര ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഒട്ടുമിക്ക ലോഷൻസ് എല്ലാം യൂസ് ചെയ്തിരുന്നത് നമുക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫീൽ ഉണ്ടാവും. പക്ഷെ ഇതങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇട്ടെന്നുള്ള ഒരു ഫീലും ഇല്ല. പക്ഷെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. ഒരു സ്ക്രാച്ചോ കാര്യമോ ഒന്നും തന്നെ ഇത് കണ്ടില്ല. ഞാൻ കണ്ടോ, ഒരു സ്ക്രാച്ചും കാര്യമോ ഒന്നും നമ്മുടെ സ്കിന്നിന് വരാത്ത രീതിയിൽ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് വൈസ് ഞാൻ വായിച്ചു നോക്കിയ ടൈമിൽ ഇതിനകത്ത് ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ടെന്നാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് എന്റെ സ്കിന്നിൽ എങ്ങനെ ആക്ട് ചെയ്തു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ബോഡി ലോഷൻസ് അത്യാവശ്യം യൂസ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്കിൻ അത്യാവശ്യം നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയിട്ടാണ് എപ്പോഴും ഇരിക്കാറ്. എനിക്കതുകൊണ്ട് ഹൈഡ്രേഷന് വേണ്ടിയിട്ടല്ല ഞാനിത് യൂസ് ചെയ്തത്. ഇത് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത് പോലെ നല്ല രീതിയിൽ സ്കിൻ ബ്രൈറ്റൻ ചെയ്യുന്ന കേട്ടിട്ട് തന്നെയാണ് ഞാനിത് വാങ്ങിയത്. അത് അങ്ങനെ വർക്ക് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് കേട്ടോ ഞാനിത് വാങ്ങിയത്. ഇത് യൂസ് ചെയ്ത് ഒരു 2 വീക്സ് ആയപ്പോൾ തന്നെ എനിക്ക് സ്കിൻ ബ്രൈറ്റൻ ആവുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാനിത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ യൂസ് ചെയ്യുമായിരുന്നു, കാലിന് യൂസ് ചെയ്തിട്ടുണ്ട്. ആ 2 ഭാഗം ഇത് അപ്ലൈ ചെയ്ത ഭാഗത്ത് നല്ല രീതിയിൽ ബ്രൈറ്റൻ ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. 2 വീക്സ് കഴിഞ്ഞിട്ട് ഞാനിത് 2 മന്ത്സോളം തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയപ്പോൾ തന്നെയും സ്കാർസ് ഒക്കെ കുറേശ്ശെ റെഡ്യൂസ് ആയിട്ട് നല്ല രീതിയിൽ ബ്രൈറ്റൻ ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റൻ ആയിട്ടുണ്ട്. വെളുത്തിട്ട് പാറാന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഉള്ള സ്കിൻ ടോണിനെ നല്ല രീതിയിലൊന്ന് ബ്രൈറ്റൻ ആക്കിയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ.
ആ ഒരു റിസൾട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചതൊന്ന് ഫേസിലേക്ക് യൂസ് ചെയ്ത് നോക്കിയാലെന്ന് കരുതി ഞാനിത് ഫേസിൽ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 2-3 ടൈംസ് ഒക്കെ ഞാനിത് യൂസ് ചെയ്തുള്ളത് കഴിഞ്ഞ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. കാരണം എനിക്ക് എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ അല്ലാതെ വേറൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കതൊന്നും പറ്റാറില്ല. അതായത് എനിക്കൊരു ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല. അതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ട് നോർമൽ എൻ്റെ മോയ്സ്ചറൈസറിലേക്ക് തന്നെ സ്കിപ്പ് ചെയ്ത് മാറുകയാണ് ചെയ്തത്. പക്ഷെ ആ 3 ടൈംസ് യൂസ് ചെയ്തിട്ട് പോലും എനിക്കങ്ങനെ വേറെ പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല എന്ന് കരുതി നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്നില്ല. കാരണം എൻ്റെ സ്കിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു സ്കിന്നല്ല, പെട്ടെന്ന് പിമ്പിൾസോ കാര്യമൊന്നും വരുന്ന ഒരു സ്കിന്നല്ല. അതുപോലെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു സ്കിൻ ടൈപ്പും കൂടിയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വർക്ക് ചെയ്തത് എന്ന് കരുതാൻ നിങ്ങൾ ഇത് ഫേസിൽ യൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഫേസിലേക്ക് നിങ്ങൾ ഇത് യൂസ് ചെയ്ത് നോക്കാൻ പാടുള്ളൂ. ഇതിനകത്ത് ബോഡി എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ഒന്നും എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഫേസിലേക്കും പറ്റുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ലോഷന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, അല്ലാണ്ട് ബോഡി ലോഷൻ എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ ഫേസ് ലോഷൻ എഴുതിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഫേസിലേക്ക് ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിതൊരു 2-2.5 മാസത്തോളം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഈ പ്രൊഡക്റ്റ് തീരാനായിട്ടുണ്ടായിരുന്നു. ഇനി എനിക്കിതൊന്നും വളരെ കുറച്ചേ ഉള്ളൂ. തട്ടി മുട്ടിയിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ ഇതിന് പ്രൊഡക്റ്റ് എടുക്കുന്നത്. റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതായതുകൊണ്ട് തന്നെ റിവ്യൂവിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റിനകത്ത് വെക്കണമല്ലോ എന്ന് എത്തിയിട്ടാണ് ഞാൻ പിന്നെ ഇത് സ്റ്റോപ്പ് ചെയ്തത്. അങ്ങനെ ഇത് നിർത്തിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വന്ന ബ്രൈറ്റ്നെസ് കുറയാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതിൽ നല്ലൊരു ഡൗട്ട് ഉണ്ട്. ഡൗട്ട് എന്നല്ല, അത് നന്നായിട്ട് തന്നെ റെഡ്യൂസ് ആവുന്നുണ്ട്. അതായത് നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ 2 വീക്സ് ആയപ്പോഴത്തേനും മെല്ലെ ആ ഒരു ബ്രൈറ്റ്നെസ് കുറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഇത് യൂസ് ചെയ്യുന്ന ടൈമിൽ ഉണ്ടാവുന്ന ആ ഒരു റിസൾട്ട് ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിന്ന് പോകുന്നു തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അതുപോലെ വേറെ ഏതെങ്കിലും നല്ല ബ്രൈറ്റനിങ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഏതെങ്കിലും യൂസ് ചെയ്യേണ്ടി വരുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും യൂസ് ചെയ്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്തപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എൻ്റെ പഴയ സ്കിൻ ടോണിലോട്ട് മാറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളതെന്നാണ് നിങ്ങൾ ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തന്നെയാണ് വന്നതെന്നുള്ളത് ബാക്കിയുള്ളവർക്ക് ഇനി ഇത് മേടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കും കൂടി ഒന്ന് യൂസ്ഫുൾ ആവുമല്ലോ എന്ന് എഴുതിയിട്ടാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ കിട്ടുന്ന റിസൾട്ട് അത് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് പെർമനന്റ് ആയിട്ട് നിന്ന് കിട്ടൂല കേട്ടോ. ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിസൾട്ട് അവിടെ നിൽക്കും. പിന്നെ നമ്മളത് ഈ പറഞ്ഞ പോലെ സ്കിൻ കെയർ വഴിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണ് വേണ്ടത്. എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഈ മൺസൂൺ ടൈം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കിൻ ഒന്ന് ഡാർക്ക് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും നേരെ തിരിച്ചാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സമ്മർ സീസണിൽ നല്ല രീതിയിൽ ഡാർക്ക് ആവും, മൺസൂൺ ആകുമ്പോഴത്തേനും ലൈറ്ററായി വരുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് നേരെ തിരിച്ചാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ആ ഒരു ടൈമിൽ സ്കിൻ അത്യാവശ്യം ഡ്രൈ ആയി അല്ലെങ്കിൽ ഹൈഡ്രേഷൻ ഇല്ലാതെ ആയിട്ട് അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ അത്യാവശ്യം ഡാർക്ക് ആവും കേട്ടോ. അപ്പോൾ ഈ മോയ്സ്ചറൈസേഴ്സ് അല്ലെങ്കിൽ ഈ ബോഡി ലോഷൻസ് എഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കാം മേ ബി. കാരണം നമ്മുടെ സ്കിന്നിന് വേണ്ട ഹൈഡ്രേഷൻ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ സ്കിൻ ആ ഒരു പ്ലംപി ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് അതിൻ്റെ ആ ഒരു ഉള്ള ടോണിനെ എടുത്ത് കാണിക്കുന്നതായിരിക്കും മേ ബി. അപ്പോൾ നമ്മൾ ആ ഒരു ഹൈഡ്രേഷൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു റിസൾട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കും കേട്ടോ. ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒക്കെ നല്ല രീതിയിൽ തന്നെ ഉഴപ്പിയിട്ടുണ്ടായിരുന്നു, ഫേസിലാണെങ്കിലും ബോഡിയിലാണെങ്കിലും. അതുകൊണ്ട് കൂടി ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇനി ഞാൻ എല്ലാം തന്നെ ഇപ്പോൾ കുറച്ചായിട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് യൂസ് ചെയ്തിട്ട് ഇതുവരെ ഒരു റിസൾട്ടും കിട്ടാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് രീതിയിൽ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ എങ്ങനെ യൂസ് ചെയ്തപ്പോഴാണ് എനിക്കിത് വർക്ക് ചെയ്തത് ആ രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. വർക്ക് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മേ ബി നിങ്ങൾക്ക് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതെൻ്റെ കുഴപ്പമായിട്ട് കരുതരുത് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്തത്. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് കേട്ടോ. അതായത് പിന്നെ നമ്മൾ നനയ്ക്കാനോ ഒന്നും പാടില്ല, ഇത് പോകാൻ പാടില്ല. അതിന് കിടക്കുന്നതിൻ്റെ ബെഡ് ടൈമിൻ്റെ ഒരു ½ an hour മുന്നേ ആയിട്ട് നമ്മൾ ഈ ബോഡി ലോഷൻ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. കുളിച്ച് കഴിഞ്ഞിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും അത്. ഇനി അതിന് മുന്നേ നിങ്ങൾ കുളിച്ചു പിന്നെ ഈ ഒരു ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്ന ഭാഗം കൈ കാലും ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് നനയ്ക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് നനച്ചിട്ട് തുടച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു വെറ്റ്നെസ് അവിടെ ഉണ്ടാവും. ഡ്രൈ ആയി ഇരിക്കുന്ന സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യരുത്. ആ ഒരു ചെറിയ നനവോട് കൂടിയിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് രാത്രി കിടന്നുറങ്ങാൻ. ഞാൻ നൈറ്റ് മാത്രമേ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഡേ ടൈമിൽ ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ കുളിച്ചതിന് ശേഷം കിടക്കുന്നതിന് ഒരു 1/2 മണിക്കൂർ മുന്നേ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
ഈവൻ നിങ്ങൾ കുളിച്ചിട്ടില്ല, അതായത് നേരത്തെ കുളിച്ചൊക്കെ കഴിഞ്ഞാണെങ്കിൽ കുറച്ചൊന്ന് നനച്ചതിന് ശേഷം നമ്മുടെ ബോഡിയിൽ ആ ഒരു വെറ്റ്നെസ് നിൽക്കുന്ന ടൈമിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഇത് സ്കിന്നിലേക്ക് അബ്സോർബ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് എന്തായാലും വർക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, 100% ചാൻസ് ഉണ്ട്. എനിക്ക് അങ്ങനെയാണ് വർക്ക് ചെയ്തത്. ഞാൻ ഒട്ടുമിക്ക എല്ലാ ബോഡി ലോഷൻസും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്യാറ്. എനിക്ക് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാറുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടത് പുറത്ത് പോകുന്ന ടൈമിൽ, ഇതിപ്പോൾ മൺസൂൺ ടൈം ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല, എങ്കിലും ഈ വെയിലുള്ള ടൈമിലും അല്ലെങ്കിൽ സമ്മർ ടൈമിലൊക്കെയാണ് നമ്മൾ പുറത്ത് പോകുന്നതെങ്കിൽ എന്തായാലും മസ്റ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനുള്ള ബോഡി ലോഷൻ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ബോഡി ലോഷനിലുള്ള സൺസ്ക്രീൻ നമ്മുടെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യും. സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി റിസൾട്ട് കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ കേട്ടോ. ഇത്രയൊക്കെയുള്ള ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ട്, കാരണം എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് എനിക്ക് ശരിക്കും ഒരുപാട്. ഐ ലവ് ദിസ് പ്രോഡക്റ്റ്, റിയലി ഐ ലവ് ദിസ് പ്രോഡക്റ്റ്. നിങ്ങൾ ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. ഈ ഒരു റേറ്റിന് ഐ തിങ്ക് ദിസ് ഇസ് ഗുഡ്. കാരണം ഇതിന് 350 റുപ്പീസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഓൺലൈനായിട്ട് നമ്മൾ മേടിക്കുമ്പോൾ 260, 220, 280 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ കിട്ടുമ്പോൾ ഇതിൻ്റെ ഈ ഒരു റിസൾട്ട് വെച്ചിട്ട് ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങി നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. അത്യാവശ്യം നാളത്തേക്ക് നിൽക്കുന്നുമുണ്ട്. അപ്പോൾ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയും. ഇതുപോലെ ഇത് ഓൾറെഡി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് വഴി അറിയിക്കാം കേട്ടോ. അത് മറ്റുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സിമ്പിൾ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.